വരാനിരിക്കുന്ന PSC എക്സാമുകളായ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, കമ്പനി ബോർഡ് LGS, വീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ബെവ്കോ LDC അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസുകളിലും ഏറെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണിത്. കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ക്വസ്റ്റ്യൻ. എങ്ങനെ പോയാലും ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു 2-3 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ. സൗരയൂഥ മാതൃക എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഓപ്ഷൻ എ എന്താണ്? റുദർഫോർഡാണ് സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത്. ഡോബറൈനർ എന്താണ് കണ്ടുപിടിച്ചത്? നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ഡോബറൈനർ എന്ന് പറഞ്ഞാൽ തൃകങ്ങളാണ് ആവിഷ്കരിച്ചത്. തൃകങ്ങൾ ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ആയിരിക്കും ഡോബറൈനർ. അതായത് തൃകങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോബറൈനർ. മെൻഡലീഫ് എന്താണ്? മെൻഡലീഫ് എന്ന് പറയുന്നത് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് മെൻഡലീഫ്. മൂലകങ്ങളെ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് മെൻഡലീഫ്. ജോൺ ഡാൾട്ടൺ എന്താണ്? അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്നാണ് അദ്ദേഹം തെളിയിച്ചത്. അടുത്ത നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ, അതും ഓപ്ഷൻ എ, ലാവോസിയർ ആണ്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നാണ് അദ്ദേഹം വേർതിരിച്ചത്. നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ഹെൻറി ബെക്കറൽ എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവത കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി ബെക്കറൽ. ജോൺ ഡാൾട്ടൺ പറഞ്ഞു അറ്റോമിക് സിദ്ധാന്തമാണ്. ഹെൻറി മോസ്ലി എന്താണ്? മെൻഡലീഫ് അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വേർതിരിച്ചെങ്കിൽ ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ന്യൂലാൻഡ്സ്, ഓപ്ഷൻ ബി ഹെൻറി മോസ്ലി, ഓപ്ഷൻ ഡി ഡോബറൈനർ. അപ്പോൾ നമുക്കറിയാം ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി മോസ്ലിയാണ്. ഡോബറൈനർ എന്താണ്? തൃകങ്ങളാണ്. ന്യൂലാൻഡ്സ് എന്ന് പറഞ്ഞാൽ അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻഡ്സ്. ഓപ്ഷൻ ബി ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ക്വസ്റ്റ്യനാണ്. മൂലകങ്ങളെ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് വർഗീകരിച്ചത്? ഓപ്ഷൻ എ ഹെൻറി മോസ്ലിയാണ്. അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വേർതിരിച്ചതാരാണ്? മെൻഡലീഫ് ആണ്. ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ എന്താണ്? അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ്. ഡോബറൈനർ എന്ന് പറഞ്ഞാൽ തൃകങ്ങൾ അറിയാലോ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അതായിരിക്കും തൃകങ്ങൾ എന്ന് പറയുന്നത്. മൂലകങ്ങളെ അറ്റോമിക് മാസിനാണ് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. മൂലകങ്ങളെ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് മനസ്സിലാക്കി വേണം. മെൻഡലീഫാണ് അറ്റോമിക് മാസ്. മാവച്ചൊക്കെ താരതമ്യം ചെയ്തോണം. മാസ് മെൻഡലീഫ് എം. അടുത്ത അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചവരാണ് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ജോൺ ഡാൾട്ടനാണ്. ഹെൻറി ബെക്കറൽ എന്ന് പറഞ്ഞത് റേഡിയോ ആക്റ്റീവത കണ്ടുപിടിച്ചതാണ്. ന്യൂലാൻഡ് അഷ്ടക നിയമം. ജൂലിയസ് ലോതർമെയർ എന്ന് പറഞ്ഞ മൂലകങ്ങളെ അറ്റോമിക് മാസിനെ വ്യാപ്തം, തിളനില, ദ്രവണാങ്കം എന്നിവയെ ബന്ധപ്പെടുത്തിയ ശാസ്ത്രജ്ഞനാണ്. അടുത്ത പറഞ്ഞ നേരത്തെ ഒരു ക്വസ്റ്റ്യനാണ്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. ഓപ്ഷൻ സി കൂടെ ഒക്കെ പറഞ്ഞതാണ്, മനസ്സിലാക്കി വേണം. റേഡിയോ ആക്റ്റീവത കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറലാണ്. റോബർട്ട് ബോയിലുണ്ട്, ജെ തോംസൺ ഉണ്ട്. ജെ തോംസൺ എന്താണ്? പ്ലങ്ക് പുഡിംഗ് മോഡൽ അറിയാമല്ലോ. വാട്ടർമെലണിനകത്തുള്ള അതിൻ്റെ അരികൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രോൺസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ജെ തോംസൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ചതായിരിക്കും ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആയിരിക്കും. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അടുത്തത് മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയത് ആരാണ്? മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയത് റോബർട്ട് ബോയിലാണ്. മറന്നു പോകരുത്. മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയത് റോബർട്ട് ബോയിൽ. റുദർഫോർഡ് പ്രോട്ടോൺ കണ്ടുപിടിച്ചു. ഡോബറൈനർ തൃകങ്ങൾ. ജാൻ കോർട്ടോയ്സ് എന്താണ്? അദ്ദേഹം മൂലകങ്ങളെ ടെല്ലൂറിക് ഫെലിക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനോടാണ് ജാൻ കോർട്ടോയ്സ്. അപ്പോൾ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.